പെണ്ണുങ്ങളുടെ ചൂടറിയുന്നവരാരുണ്ടും ചോദിക്കുമ്പോഴാണ് ഇന്നസെന്റ് ഏട്ടൻ അടിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലെ മനസ്സിലാവുള്ളൂ. അതിൽ കല്യാണം കഴിച്ച ഒരേ ഒരാൾ ഇന്നസെന്റ് ഏട്ടനാണ്. മോഹൻലാലിനെ ഞാൻ ആദ്യം കാണുന്നത് ധനത്തിന്റെ ലൊക്കേഷനിലല്ല, ഉയരും ഞാൻ നാടാകുന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെ കാണാൻ. അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞത് എൻ്റെ മോന് നല്ല ഇഷ്ടമാണ്. പറയാം മോന് മോഹൻലാൽ എന്താന്ന് പോലും അറിയാം. കുഞ്ഞു കുട്ടിയാ, കയ്യിൽ പിടിക്കുന്ന ആളാ. മോഹൻലാൽ നോക്കിയേ മനസ്സിലായത് കുട്ടിക്കോ ഇത്ര ചെറിയ കുട്ടിക്കൊന്നും അങ്ങനെയില്ല. സിനിമ ഇല്ലെങ്കിൽ സീരിയൽ ചെയ്യാന്നുള്ളതല്ല. എനിക്കിഷ്ടപ്പെട്ട റോള് സീരിയൽ വരികയാണെങ്കിൽ മാത്രം ഞാൻ സീരിയൽ എടുക്കുകയുള്ളൂ. പിന്നെ സീരിയൽ അങ്ങനെ ചെയ്യാത്ത എപ്പോഴും ദുഷ്ട കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിട്ട് കാണിക്കുന്നത് സീരിയലിലാണ്, സിനിമയിലല്ല. അപ്പോൾ ഞാൻ അത്രയും നല്ലതിലൊക്കെ നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും, നല്ല റോളും ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് നല്ല റോളാണെങ്കിൽ കൂടുതലും ഈ കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകളാണ്, അമ്മായിയമ്മ എന്നുള്ള സാധനം, അതൊക്കെയാണ് സീരിയലിൽ വരുന്നത്. സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാടകം സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം സിനിമയാണ് ഇപ്പോൾ നമ്മൾ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് സിനിമ വേറൊരു സംവിധായകൻ്റെ കീഴിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കും. ആ ഡേറ്റിനൊന്ന് ആർട്ടിസ്റ്റിന് കിട്ടുമോ എന്ന് ചോദിക്കും. സീരിയലിൻ്റെ ആൾക്കാരെ അവർ വിളിക്കില്ല, അവർക്കെന്താ അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. അപ്പോൾ സിനിമയാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. മോഹൻലാലിന്റെയും മമ്മൂക്കയുടെയും കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ മഹാനഗരത്തിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ കൂടെ ധനത്തിൽ അഭിനയിച്ച സമയത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമോ? മോഹൻലാലിനെ ഞാൻ ആദ്യം കാണുന്നത് ധനത്തിൻ്റെ ലൊക്കേഷനിലല്ല, ഉയരും ഞാൻ നാടാകുന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ. PM താജിക്കേട്ടിയുടെ പെങ്ങളെ മകനാണ് അത് എഴുതിയിരുന്നത്. P ചന്ദ്രകുമാർ സംവിധാനം. അന്ന് എനിക്ക് മോൻ ചെറിയ കുട്ടിയാണ്, എൻ്റെ മോൻ കുഞ്ഞി കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെ കാണാൻ. അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞത് എൻ്റെ മോന് നല്ല ഇഷ്ടമാണ്. പറയാം മോന് മോഹൻലാൽ എന്താന്ന് പോലും അറിയാം. കുഞ്ഞു കുട്ടിയാണ്, കയ്യിൽ പിടിക്കുന്ന ആളാ. മോഹൻലാൽ നോക്കിയേ മനസ്സിലായത് കുട്ടിക്കോ ഇത്ര ചെറിയ കുട്ടിക്കോന്ന്. ഞാൻ ആദ്യം കാണുന്നത് അങ്ങനെയാണ്. പിന്നെ കാണുന്നതാണ് ധനം. ഇതിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് മോഹൻലാലിനെ കാണുന്നത്. അപ്പോൾ മോഹൻലാൽ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ, അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും അഭിനയിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും. അങ്ങനെ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മോഹൻലാൽ. ഫോട്ടോസ് ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് അന്നൊക്കെ ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഇതായിരുന്നു കളർ ഫോട്ടോ ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ പോയി. ഇപ്പം അടുത്ത് ഒന്ന് കിട്ടി എനിക്ക്, പക്ഷെ അതിൻ്റെ ഒക്കെ പകുതിയും പോയിട്ടുണ്ടൊക്കെ. അങ്ങനെ അല്ലെങ്കിൽ ഞാനത് ഇടുമായിരുന്നു. ഇപ്പം നമ്മളിപ്പം സീനത്തെന്ന് പറയുമ്പം ഏതൊരു കുട്ടിക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഗോഡ് ഫാദറിലെ കടപ്പുറം കാർത്തിയായനിയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ ആകെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ളൊരു ഷോട്ട് ആണെങ്കിലും കൂടി അത് സ്ക്രീനിൽ വരുമ്പോഴും ആ സീൻ പിന്നീട് കാണുമ്പോഴും അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഇന്നസെന്റിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ ഫാമിലി റിവീൽ ചെയ്യാനുള്ള ഒരു സാധനം കുക്ക് ചെയ്യുന്നത് പെണ്ണുങ്ങളുടെ ചൂടറിയുന്നവരാരുണ്ടും ചോദിക്കുമ്പോഴാണ് ഇന്നസെന്റ് ഏട്ടൻ അടിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലെ മനസ്സിലാവുള്ളൂ. അതിൽ കല്യാണം കഴിച്ച ഒരേ ഒരാൾ ഇന്നസെന്റ് ഏട്ടനാണ്. ആ ഒറ്റ സീനാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ വളർത്തിയിട്ടുണ്ട് ഈ കഥാപാത്രത്തിന്. അപ്പോൾ അഭിനയിച്ച് എനിക്ക് പോലും പിന്നീട് ആ സിനിമ കാണുമ്പോൾ, ആ കടപ്പുറം കാണിക്കുമ്പോൾ ഈ കാർത്തികേയനി എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ എവിടെയെന്ന് തോന്നലാണ്. അത്ര ആളുകളുടെ മനസ്സിലേക്ക് അത് പോയി. അത് നാടകത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് എനിക്ക് അത്ര ശക്തമായിട്ട് ചെയ്യാൻ പറ്റിയത്. അന്ന് ആ സിനിമയിൽ ഒരൊറ്റ ഇതിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? അല്ല, എനിക്കിത് ഈ കഥ ഇങ്ങനെ പറഞ്ഞു എന്നോട്, കടപ്പുറം കാർത്തികേയനി എന്നുള്ളതാണ്, ഒരു പയ്യനെ കൊണ്ടുപോയി അവിടെ അങ്ങനത്തെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് അങ്ങനത്തെ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനത്തെ റോള് ചെയ്യണോ, എന്തിനാ വേണോ അതെന്നുള്ളൊരു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു പിന്നെ വേണ്ടേട്ടാ സിദ്ദിഖ് സിനിമയാണ്, അപ്പോൾ അത് കളയണ്ട, നല്ലതായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു. എങ്കിലും പോയി അവിടെ ചെന്ന് എന്നെ നേരിട്ട് കണ്ടപ്പോൾ സിദ്ദിഖ് പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിലുള്ള രൂപം വേറെയായിരുന്നു കുറച്ചുകൂടെ. ഞാൻ അതെ. അപ്പോൾ അതുമല്ല രൂപം അതായിരുന്നില്ല, കുറച്ച് ഭയങ്കര വണ്ണത്തിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനന്ന് വളരെ ചെറുപ്പമല്ലേ. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞതിനെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഈ റോളിന് ഇങ്ങനത്തെ ആളല്ലേ, ഇത് പറ്റില്ല, അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നത്, നമ്മളെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര ഒരു ചമ്മലായിപ്പോയി, പറ്റില്ലായിരുന്നു. അപ്പം മണിയണ്ണൻ മേക്കപ്പ് മാൻ പറഞ്ഞു കുഴപ്പമില്ല സാറേ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് മുറുക്കിയ ചിലപ്പോൾ കുറച്ചൊരു പക്വത വരും അതിൽ എന്ന് പറഞ്ഞു. അപ്പം മുറുക്കിയ എന്ന് പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര അതിലിറക്കണം കുഴപ്പമായി എന്ന് പറഞ്ഞു. അത് പറയാം ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തപ്പോൾ സിദ്ദിഖിന് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്തപ്പോൾ. പിന്നെ അത് അപ്പോൾ പിന്നെ എന്നെ സംവിധാനം ചെയ്യാനാണ് അവിടെ ആൾ, ഞാൻ പുതിയ ആളല്ലേ, നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ എന്നെ സംവിധാനം ചെയ്തു. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നാണ്. അപ്പോൾ സിദ്ദിഖ് പാക്കപ്പ് പറഞ്ഞു വൈകുന്നേരം. പിറ്റേന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ ആ വീഴുന്ന
ഷോട്ട് എടുത്ത്. ഓ ഓ. അപ്പം ഞാൻ ചോദിച്ചു ഇന്നലെ എന്തുകൊണ്ട് ഇതൊരു ഷോട്ടല്ലേ ഉള്ളൂ, ഇന്നലെ എടുക്കായിരുന്നില്ലേ? സംവിധായകരുടെ എണ്ണം കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്ന് എടുക്കാമെന്നാണ്. അങ്ങനെയാണ് അത് എടുക്കുന്നത്. പിന്നെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നിരാശയായി പോയിരുന്നു. അത് വന്നപ്പോൾ ഇന്നും ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ കുട്ടി പോലും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എത്ര വർഷം മുമ്പ് ഒരു സീനാണ് അതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ റോള് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതെ. ഇപ്പം അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നോ എന്നറിയില്ല, ഒരു ബ്രേക്ക് നമ്മൾ കാണുമ്പോൾ ചേച്ചി ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും സിനിമകളിൽ നിന്ന് മാറിയിട്ട് പിന്നെ സീരിയലുകൾ കുറേ ശ്രദ്ധ കൊടുത്തിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും ഇതുപോലെ തന്നെ സിനിമയില്ലെങ്കിൽ സീരിയൽ ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്കാണോ എത്തിയിരുന്നത്? അങ്ങനെയില്ല, സിനിമ ഇല്ലെങ്കിൽ സീരിയൽ ചെയ്യാന്നുള്ളതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട റോള് സീരിയൽ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ സീരിയൽ എടുക്കുകയുള്ളൂ. പിന്നെ സീരിയൽ അങ്ങനെ ചെയ്യാത്ത എപ്പോഴും ദുഷ്ട കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിട്ട് കാണിക്കുന്നത് സീരിയലിലാണ്, സിനിമയിലല്ല. അപ്പോൾ ഞാൻ അത്രയും നല്ലതിലൊക്കെ നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും, നല്ല റോളും ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് നല്ല റോളാണെങ്കിലും ഈ കൂടുതലും ഈ കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകളാണ്, അമ്മായിയമ്മ എന്നുള്ള സാധനം, അതൊക്കെയാണ് സീരിയലിൽ വരുന്നത്. അല്ലെങ്കിൽ നല്ലതാണ് സീരിയൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നല്ലൊരു വരികയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. അപ്പോൾ സിനിമയാണ് ഇഷ്ടം, ചെയ്യാൻ ഇഷ്ടം എപ്പോഴും സിനിമ തന്നെ. പക്ഷേ സീരിയലിനോട് നല്ല റോളുകളാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും സീരിയൽ ഇതിപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്, കുട്ടികളും സ്ത്രീകളും ആണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ണിലാണ് കാണുക, ഒരു വില്ലത്തി ഇതിലേക്ക് മാത്രം. പക്ഷെ ആ വില്ലത്തി റോള് നമുക്ക് സിനിമയിലാണ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും, ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു സീരിയൽ ചെയ്താൽ എത്ര വലിയ സീരിയൽ ചെയ്താലും അത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അടുത്ത വേറെ സീരിയൽ വേറെ ആൾ വരും, അതിൻ്റെ പിന്നാലെ പോവും, അങ്ങനെയാണ്. പിന്നെ എല്ലാ സീരിയലുകളിലും ആളുകൾ മാറുക എന്നല്ലാതെ കഥകൾ എപ്പോഴെങ്കിലും എല്ലാം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് സീരിയലിലൂടെ. സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാർ സംവിധായകരാണെങ്കിൽ തന്നെ എത്ര ആൾക്കാർക്ക് ജോലിയാണ് സീരിയലിൽ. അപ്പോൾ സീരിയലിനെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം. ബീന ആന്റണി വന്ന സമയത്ത് ചേച്ചി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കാൻ ചില സംവിധായകർക്ക് ബുദ്ധിമുട്ടാണ്. അതുണ്ട്. അപ്പൊ അത് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്കങ്ങനെ, ഞാൻ സിനിമയും ചെയ്യുന്ന സമയത്താണല്ലോ പോയി ചെയ്തിട്ടുള്ളത്. ആദ്യം സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ പ്രശ്നമുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പം സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നാടകം സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം സിനിമയാണ് ഇപ്പോൾ നമ്മൾ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് സിനിമ വേറൊരു സംവിധായകൻ്റെ ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കും, ആ ഡേറ്റിനൊന്ന് ആർട്ടിസ്റ്റിന് കിട്ടുമോ എന്ന് ചോദിക്കും. സീരിയലിൻ്റെ ആൾക്കാരെ അവർ വിളിക്കില്ല, അവർക്കെന്താ അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. അപ്പോൾ സിനിമയാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയലിൻ്റെ സമയത്താണ് ഇത് എപ്പിസോഡ് പോണില്ലാറിന് വിളിക്കുകയായിരിക്കും, അപ്പം സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടാം, കൊച്ചു കൊച്ചു റോളൊക്കെ ചെയ്യുന്നവർക്ക് ഇത്ര പ്രശ്നം വരില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. സീരിയലും സിനിമയും രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ.